പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 24 മാർച്ച് 14 ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ ഇട്ടത്. അപ്പം അതിന് ശേഷം എന്താ പറയുക, എല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ എന്താ പറയുക, അത് ഒരു 6 മാസം വരെ അത് ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് എന്താ പറയുക ഒക്ടോബർ 14 16 എന്തോ ആണ് ഞാൻ ഇട്ടത്. ആൻഡ് ഈ ഒരു വീഡിയോ പബ്ലിഷ് ആവുന്നതിൻ്റെ 12 മണിക്കൂർ മുമ്പ്, അതായത് ഈ വീഡിയോ വൈകിട്ട് 6 മണിക്കാണ് പബ്ലിഷ് ആവുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലെ പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റിലും ഞാൻ പെട്ടെന്നാണ് എൻ്റെ വീഡിയോസ് എല്ലാം അപ്രതീക്ഷിതമായത്. കാരണം എനിക്ക് മറ്റേ 200 എത്രയോ ഉണ്ട്. ഇന്നിപ്പം ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഇന്ന് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വരെ എനിക്ക് എന്താ പറയുക 196 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത്. ആൻഡ് 196 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ആൻഡ് എനിക്ക് 200 അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത്. ആൻഡ് എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ചില പേഴ്സണലായിട്ടുള്ള ചില ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് അത് ഫേസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ലാസ്റ്റ് എന്താ പറയുക, ലാസ്റ്റ് ഇതിന്, അതായത് യൂട്യൂബിൽ നിന്നും റീൽസിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്താൽ മാത്രമേ എന്താ പറയുക ഒരു ബ്രേക്ക് എടുക്കണം എന്താ പറയുക എന്ന് ആ ഒരു അവസ്ഥ വരെ എത്തി. അത് പേഴ്സണൽ ഇഷ്യൂ ആണ്. അത് എനിക്ക് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ അതുകൊണ്ടാണ് മെയിനായിട്ട് എന്താ പറയുക വീഡിയോസ്. കാരണം 86 വീഡിയോസും എന്താ പറയുക യൂട്യൂബിൽ നിന്ന് പോയി. ആൻഡ് അതെനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വീഡിയോ എന്ന് പറയുന്നത് മൈ ഫസ്റ്റ് ഫൈറ്റ് വീഡിയോ തന്നെയാണ്. അപ്പം എന്താ പറയുക, അപ്പം ബേസിക്കലി ആ വീഡിയോസിൽ ഞാൻ ഡിലീറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ ആലോചിച്ചു, വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്താൽ എന്താ പറയുക, എന്താ പറയുക ഇതിൻ്റെ വിഷ്വൽസ് ഒന്നും കൂടെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്താലും കിട്ടിയ റീച്ചും എന്താ പറയുക അതിന് കിട്ടിയ റീച്ചൊന്നും തിരിച്ചു പിടിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രൈവറ്റ് ആക്കി. കാരണം പ്രൈവറ്റ് ആക്കുമ്പോൾ കുഴപ്പമില്ല. പ്രൈവറ്റ് ആക്കുമ്പോൾ എനിക്ക് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും എൻ്റെ ആ യൂട്യൂബ് ലോഗിൻ ചെയ്ത ജിമെയിൽ ID-യിൽ. പക്ഷേ എന്താ പറയുക ആസ് എ സബ്സ്ക്രൈബർ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. അതെന്താ പറയുക, ഡസ് നോട്ട് അപ്ലോഡഡ് എനി കണ്ടന്റ് എന്ന്. അപ്പം യൂട്യൂബിൽ ഞാൻ തന്നെ വീഡിയോസ് ഞാൻ പ്രൈവറ്റ് ആക്കി. ഞാൻ ഇൻസ്റ്റയിൽ എനിക്ക് ആ ഇൻസ്റ്റാമത്തെ ഒരു റീലെല്ലാം 1 മില്യൺ അടിച്ച സമയമായിരുന്നു. ആ റീൽ ഇപ്പോഴും 1 മില്യൺ തന്നെ നിൽപ്പുണ്ട്. അത് എന്താ പറയുക ഓടിയിരുന്നെങ്കിൽ അതൊരു 1 മില്യൻ്റെ അധികം പോയേനെ. ആൻഡ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറയുക 5 വീഡിയോസ് വരെ എനിക്ക് എന്താ ഹൈഡ് ചെയ്യാൻ പറ്റി. പക്ഷെ എന്താ പറയുക ബാക്കി വീഡിയോസ് എനിക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിച്ചില്ല. അപ്പോൾ എന്താ പറയുക യൂട്യൂബിലും എനിക്ക്, കാരണം ഞാൻ ഇട്ട വീഡിയോസ് പോലും എനിക്ക് എന്താ പറയുക കാണിക്കാൻ പറ്റത്തില്ല. അത് നിർത്തുന്നത് ഓക്കെ, പക്ഷെ ഇട്ട വീഡിയോസ് പോലും എനിക്ക് എന്താ പറയുക അവിടെ എനിക്ക് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായി. സോ ഞാൻ എന്താ പറയുക എൻ്റെ ചേച്ചിയിട്ട് ചോദിച്ചു എന്താ പറയുക അക്കൗണ്ട് അപ്പം ഡീആക്റ്റീവ് എന്ന് കേട്ടിട്ടു. അപ്പം ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ അക്കൗണ്ട് പെർമനൻ്റായിട്ട് പോയാൽ മൊത്തം പോകുമല്ലോ. അപ്പം ഡീആക്ടിവേഷൻ ചെയ്തു. അപ്പം ഡീആക്ടിവേഷൻ ചെയ്താൽ ഇപ്പം നിങ്ങളിപ്പോൾ ഡിലീറ്റ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് കൊടുത്തിട്ട് 1 മാസം നിങ്ങൾ ആ അക്കൗണ്ട് എടുക്കാതിരുന്നാൽ മാത്രമേ ഫുള്ള് പോകത്തില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിന് നിങ്ങളെ എല്ലാം ഡിലീറ്റ് ചെയ്യണം. പക്ഷേ നേരെ വെച്ച് ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അപ്പനെ നിങ്ങളുടെ അക്കൗണ്ട് പോകും. എന്നിട്ട് പിന്നെ എന്താ പിന്നെ ഐഡിയും പാസ്വേഡായി. പിന്നെ അതിന് ശേഷം പിന്നെ അധികം സ്ഥലത്തേക്കൊന്നും യാത്ര ചെയ്തില്ല. പിന്നെ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ പോയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ പോയത് വെച്ചാണ് എനിക്ക് ഏറ്റവും, കാരണം ഞാൻ കൊച്ചിയിൽ പോയത് നേത്രാവതി എക്സ്പ്രസ്സിലാണ്. അപ്പം ഞാൻ നേത്രാവതി എക്സ്പ്രസ് അന്ന് ആദ്യമായിട്ടാണ് നേത്രാവതി എക്സ്പ്രസ് ഞാൻ കയറുന്നത്. അപ്പം എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ആ നേത്രാവതി എക്സ്പ്രസ്സിൻ്റെ ഒരു എൻഡ് ടു എൻഡ് അല്ലെങ്കിലും എന്താ പറയുക എറണാകുളത്തേക്ക് പോകുന്ന വീഡിയോ, പക്ഷേ എന്താ പറയുക പൂർണ്ണമായിട്ട് ഞാൻ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ ചേച്ചീൻ്റെ കൂടെയാണ് പോയത്. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് അത് പിന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതിയല്ലോ.
അപ്പം എനിക്ക് അവിടെ വെച്ച് കത്തി, എനിക്കത് കത്തി. കാരണം എനിക്ക് അവിടെ വെച്ച് കത്തി. കാരണം എന്താ പറയുക, യൂട്യൂബിൽ നമുക്ക് എൻ്റേതായാലും നമുക്ക് എത്രയോ വർഷം വരെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത വെച്ച വീഡിയോസാണ് വരും ദിവസം കാണാൻ പോകുന്നത്. ഈ ഒരു വീക്കിൽ ഞാൻ ലാസ്റ്റ് 2024 ഒക്ടോബറിന് റിലീസാവേണ്ട വീഡിയോസ്, 2024 ഒക്ടോബറിന് റിലീസാവേണ്ട വീഡിയോസാണ് ഈ ഒരു വീക്ക് വരിക. അതിനുശേഷം നെക്സ്റ്റ് വീക്ക് തൊട്ട് എന്താ പറയുക, നെക്സ്റ്റ് വീക്ക് തൊട്ട് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ്. കാരണം 2025 ഏപ്രിൽ, അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷത്തോളം ആവാറായി, ഒരു യാത്ര പോയിരുന്നു, അതിൻ്റെ ഒരു 3 വീഡിയോസ് ഉണ്ട്. അതിനുശേഷം പിന്നെ മുംബൈ പോയിരുന്നു, അതിൻ്റെ ഒരു 4-5 വീഡിയോസ് ഉണ്ട്. അപ്പം ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസാണ്. ബട്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ എന്താ പറയുക, റീൽസും ഷോർട്സും എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ ഞാൻ എന്താ പറയുക, ഷെഡ്യൂൾ അതനുസരിച്ച് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്താ പറയുക, ഒരു മെയ് പകുതി വരെ വരാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ആയിരിക്കും. ആൻഡ് എന്താ പറയുക, ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ആയിരിക്കും. ആൻഡ് എന്താ പറയുക, ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിൽക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ ആർട്സ് സാറെ ഞാൻ കണ്ടുപിട്ടി. സാർ എനിക്ക് പറഞ്ഞ രീതി പോലെ ഞാൻ വീഡിയോസ് എല്ലാം, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, എൻ്റെ ഈ ബേക്കിന് മുമ്പുള്ള ഇട്ട വീഡിയോസ് ശ്രദ്ധിച്ചവർക്ക് അറിയാൻ തരാം, അതിലൊന്നും ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ എന്താ പറയുക, അപ്പം എന്നത്തെ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് പറഞ്ഞു. ഞാൻ ഇട്ട വീഡിയോസിൽ ഞാൻ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്ത് നോക്കി, ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തു. എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോയിൽ ചാപ്റ്റേഴ്സ് ഇല്ല. ആൻഡ് എന്താ പറയുക, ഈ വരാൻ പോകുന്ന വീഡിയോസിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് അതിനുശേഷം ഞാൻ അപ്പം അങ്ങനെ അപ്പം എന്നത്തെ ടെക് ട്രാവൽ ഈറ്റിൻ്റെ വീഡിയോസ് കാണാനാണ് എന്താ പറയുക സജസ്റ്റ് ചെയ്തത്. ടെക് ട്രാവൽ ഈറ്റിൻ്റെ വീഡിയോസ് കണ്ടൊരു ഐഡിയ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി. അദ്ദേഹം യൂസ് ചെയ്ത സ്റ്റൈൽ മനസ്സിലായി. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പം ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാൻ പഠിച്ചു. നല്ലൊരു ടംബ്നെയിലായതുകൊണ്ട് തന്നെ എന്താ പറയുക, ചില വീഡിയോസിനെല്ലാം മോശമായിട്ട് ടംബ്നെയിലാണ് ഇട്ടത്. അതായത് ജസ്റ്റ് ഒരു ബാങ്കിൽ ചുമ്മാ ടെക്സ്റ്റ് മാത്രം. അതിനെ ഞാൻ എന്ത് ചെയ്തു, അതിനൊരു നല്ലൊരു ഫോട്ടോ ആക്കി. അത് പണ്ടോട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ചാനലിലെ ബയോയിലും അതിനെ കുറിച്ച് പറഞ്ഞിട്ട്, അതായത് മൺഡേ എല്ലാം തിങ്കളാഴ്ചയും ട്രാവൽ ബോക്സ് വീഡിയോസ് ആയിരിക്കും വരും. അതായത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഏപ്രിൽ അടുത്തത്, അതായത് ഏപ്രിൽ 6-ാം തീയതി മുതൽ വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം ഓൾറെഡി. അപ്പോൾ ഏപ്രിൽ 6-ാം തീയതി വരുന്ന ഒരു ട്രാവൽ ബോഗാണ്. ആ ഒരു ട്രാവൽ ബോഗിൻ്റെ അത് പാർട്ട് 1 ആയിരിക്കും. ആ പാർട്ട് 2 വരുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. അപ്പോൾ അതിലുള്ള ഇടയ്ക്കുള്ള, അപ്പം വെനസ്ഡേ എന്ന് പറയുന്നത് എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ്, അല്ലാത്ത എന്താ പറയുക ചാലഞ്ചസ് ബോക്സ്. എന്താ പറയുക, ഒരു ചാലഞ്ച് വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഇനി ഇഷ്ടംപോലെ ചാലഞ്ച് ചെയ്ത്, പിന്നെ എന്താ പറയുക ചില ഷോർട്ട് സ്കെച്ച് വീഡിയോസ് എല്ലാം ചെയ്യണമെന്നുണ്ട്. ആൻഡ് അത് അനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ വാസ് ലൈക്ക് ദാറ്റ്. ആൻഡ് എന്താ പറയുക, എല്ലാ വെള്ളിയാഴ്ചകളും എന്താ പറയുക GK വീഡിയോസുകളും, പിന്നെ എന്താ പറയുക എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് വീഡിയോസും ആയിരിക്കും എല്ലാം വെള്ളിയാഴ്ചയും വരും. അപ്പം തിങ്കളാഴ്ച ട്രാവൽ ബോക്സ് വരും, ബുധനാഴ്ച എന്താ പറയുക ഡെയിലി ബോക്സ് വരും, പിന്നെ വെള്ളിയാഴ്ച ഇത് വരും, GK വീഡിയോസ് വരും. ആൻഡ് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, അതായത് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ എന്താ പറയുക ഇൻസ്റ്റയിലും യൂട്യൂബിലും ഷോർട്സ് ആയിട്ട് വരും. ഇൻസ്റ്റയിൽ റീൽസ് ആയിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും വരും. അപ്പോൾ എന്താ പറയുക, അതായത് 1.5 ദിവസമായിട്ട്. നിലവിൽ സൺഡേ ഒരു വീഡിയോസും വരത്തില്ല. ദെൻ എന്താ പറയുക മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്താ ലോങ് വീഡിയോസ് വരും. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ഷോർട്സ് വീഡിയോസ് വരും. ചാനലിലെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അതിനെന്താ പറയുക, എനിക്ക് തന്ന സപ്പോർട്ടെല്ലാം നിങ്ങൾ വീണ്ടും തരിക. ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പം 4 മുതൽ റെഗുലർ വീഡിയോസ് വരുന്നതായിരിക്കും.